കാസർഗോഡ് നീലേശ്വരം നെഹ്റു കോളേജിൽ പ്രചാരണത്തിനിടെ ഉണ്ടായ കയ്യേറ്റത്തിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. SFI പ്രവർത്തകരാണ് തടഞ്ഞതെന്ന് UDF ആരോപിക്കുന്നു. ഷഫീഖ് നസ്രുള്ള കാസർഗോഡ് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീഖ്, എന്താണ് പരാതി? തൃക്കരിപ്പൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തന്റെ പ്രചാരണാർത്ഥമാണ് നെഹ്റു കോളേജിലേക്ക് എത്തിയത്. നെഹ്റു കോളേജിൽ സന്ദീപ് വാര്യരും UDF പ്രവർത്തകരും അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യറിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കുള്ള മീഡിയ സംഘവും ഒപ്പമുണ്ടായിരുന്നു. ഈ സംഘമാണ് നെഹ്റു കോളേജിലേക്ക് പ്രവേശിച്ചത്. ഇതിനിടയിലാണ് മീഡിയ സംഘത്തെ സന്ദീപ് വാര്യരുടെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മീഡിയ ടീമിനെ അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്തു. അവരെ തള്ളിമാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ ഈ മീഡിയ സംഘത്തിലുള്ള 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇത് സന്ദീപ് വാര്യരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സന്ദീപ് വാര്യരെയും ഇങ്ങനെ വിദ്യാർത്ഥികൾ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. ഇവിടെ സന്ദീപ് വാര്യർ പ്രചാരണത്തിന് എത്തുന്ന സമയത്ത് തടസ്സമുണ്ടാക്കിയത് SFI പ്രവർത്തകരാണ് എന്നാണ് UDF പറയുന്നത്. അതോടൊപ്പം തന്നെ KSUവിനും വലിയ സ്വാധീനമുള്ള കോളേജാണ്. ആ കോളേജിൽ ഈ വിദ്യാർത്ഥികൾ ഇരു വിഭാഗമായി നിന്ന് സംഘം ചേർന്ന് അവർ അവിടെ ഒരു സംഘർഷ സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് സന്ദീപ് വാര്യർ നെഹ്റു കോളേജിലേക്ക് പ്രചാരണത്തിന്റെ ഭാഗമായി എത്തുന്നത്. ആ സമയത്ത് SFI പ്രവർത്തകർ സംഘം ചേർന്ന് ഈ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള പ്രചാരണത്തിനെത്തിയ UDF സംഘത്തെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് UDF ഇപ്പോൾ ആരോപിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരുടെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മീഡിയ സംഘത്തിലെ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ മുഖത്തേക്ക് അടിയേറ്റു എന്നാണ് UDF പറയുന്നത്. അവർ തൃക്കരിപ്പൂരുള്ള ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. അതോടൊപ്പം തൃക്കരിപ്പൂർ ആശുപത്രിയിലേക്ക് തന്നെ സന്ദീപ് വാര്യരും എത്തിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സകൾ നൽകിയതിനു ശേഷം സ്ഥാനാർത്ഥി അവിടെ നിന്ന് മടങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ വലിയ രൂപത്തിൽ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ഈ പ്രചാരണത്തിനെത്തിയ UDF സംഘത്തെ തടയുകയായിരുന്നു. അങ്ങനെ തടയുന്നതിനിടയിലുണ്ടായ സംഘർഷത്തിലാണ് ഇപ്പോൾ മീഡിയ സംഘത്തിലുണ്ടായിരുന്ന 3 പേർക്കും അതോടൊപ്പം സ്ഥാനാർത്ഥിക്കും ഈ തള്ളൽ ഏറ്റത്. അങ്ങനെ തള്ളി മാറ്റുന്നതിനിടയിൽ പരിക്കേറ്റു എന്നാണ് UDF സംഘം ഇപ്പോൾ പറയുന്നത്. ഈ സംഘത്തിലുണ്ടായിരുന്നവരും അതോടൊപ്പം സ്ഥാനാർത്ഥിയും തൃക്കരിപ്പൂരുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ്.